ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗോവയ്ക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ എങ്ങനെ ഗോവയ്ക്ക് പോകാമെന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്നൊന്നും അറിയില്ല, കാരണം പോക്ക് ക്യാൻസലാവോ ഇല്ലയെന്ന് അറിയില്ല. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ ചിലപ്പോൾ ക്യാൻസൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഇപ്പോൾ ഞങ്ങൾ മീനങ്ങാടിയുള്ളത് സ്വന്തം നാടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ KSRTC ബസ്സിന് കോഴിക്കോട് പോകണം. കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കിട്ടിയാൽ ഞങ്ങൾ ഗോവയ്ക്ക് പോകും. കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല. ഗൈസ്, നമ്മളങ്ങനെ ഇപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എന്താ സ്ഥിതി എന്ന് അറിയില്ല, നല്ല വിശന്നിരിക്കും. ആരും ഭക്ഷണം കഴിച്ചില്ല, എല്ലാവരും രാവിലെ കഴിച്ചതാണ്. നമുക്കെന്തായാലും വല്ലതും കിട്ടുമെന്ന് നോക്കാം. ചോറ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരുന്നു. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. എങ്ങോട്ടാണോ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണം. എടാ, എവിടെയാ ഭക്ഷണം ഉണ്ടാവുക? എടാ അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. ചോറും കഴിക്കാനില്ല, ഒന്നും കഴിക്കാനില്ല. എന്ത് ചെയ്യും നമ്മൾ? അല്ല, ഇവിടെ തണലുണ്ട്. തണലില്ലല്ലോ, എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ വീട്ടിൽ നല്ല തണലുണ്ട്. കുട്ടിയൊക്കെയല്ലേ? നമുക്കിപ്പോൾ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. എന്താ സ്ഥിതി ഒന്നും അറിയില്ല, പോയാക്കാം. റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല. പാർസൽ മാത്രമല്ലേ ഉള്ളൂ? ഫ്രണ്ട്സ്, ഇവിടെ ചോറില്ല. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഉള്ളി. ആർക്കും അത് വേണ്ടല്ലോ. വേറെ ചോറ് കിട്ടാൻ നോക്കാം. ചോറ് കിട്ടുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡാണ്. കാണുന്നത് കാണാത്തത് കാണും. ഓ മാൻ ഗൈസ്, നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കിറ്റ് നോക്കുന്നു. ഞാൻ കണ്ട് നല്ല രസമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. എന്തായാലും നല്ല ഇങ്ങനെ നടന്നു നോക്കാം. എന്താ സ്ഥിതിയെന്നൊന്നും അറിയില്ല. കോഴിക്കോട് ടൗൺ. ഇതൊരു കപ്പൽ മാതിരിയുള്ള ബിൽഡിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് ലോകം എന്നുള്ള വ്യൂ കിട്ടോ, കപ്പൽ മാതിരിയൊക്കെ തോന്നും. അത് രസമുണ്ട്. ഓരോ എഞ്ചിനീയർമാരുടെ കഴിവുകൾ. ഇന്ന് ലോക്ക്ഡൗൺ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. വണ്ടികൾ കുറവൊക്കെയാണ്, എന്നാൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് ഈ ഫോറിൻ ബസാർ എന്ന് പറഞ്ഞൊരു ബസാറാണ്. ഇത് കംപ്ലീറ്റ് മൊബൈൽ ഷോപ്പുകളാണ്. മൊബൈൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണൊക്കെ ഇങ്ങനെ ഇട്ടേക്കണുണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ വരും. അത്രയ്ക്ക് ഇങ്ങനെ അട്ടിക്കിട്ടുണ്ടാവും. പിന്നെ വോയിസ് ഇട്ടൂടാ. അതേപോലെ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ള കോംപ്ലക്സ് ഉണ്ട്. അതിലും ഇതേ കണക്ക് കംപ്ലീറ്റ് മൊബൈൽ ഷോപ്പിൻ്റെ കേന്ദ്രമാണ്. ഹോൾസെയിലും റീറ്റെയിലും അക്സസറീസും എല്ലാ സാധനമുണ്ട്. ഇതാ ഇതിനകത്ത് ഓക്കെ ബൈ. ഇതാരാ? ഗാന്ധിജി ഒന്നല്ല, അപ്പൂപ്പനാ. ഏതോ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ. ആരതാണെന്ന് അറിയില്ല. ഇത് മാനാഞ്ചിറയാണ്. അയ്യോ
നടന്ന് മടുത്ത് കുറച്ച് നേരമായുള്ളൂ. നല്ല വെയിലാണ്. മഴക്കാലം എന്നൊക്കെ വെറുതെ പേരെന്ന് പറയുന്നത്. എന്നാ വെയിലാണ്. അയ്യോ, എന്താ ട്രാഫിക് പോലീസ് കോഴിക്കോട് സിറ്റി 2020 വാഹനാപകടങ്ങൾ 1003, പരിക്കേറ്റവർ 855, മരണപ്പെട്ടവർ 900. എന്താല്ലേ. നല്ല അടിപൊളി ഒരു ആൽമരം, നല്ല തണലുണ്ട്. ഈ സൈഡ് നല്ല തണലായും കൂടെ ഞങ്ങൾ ഈ സൈഡിലേക്ക് നടത്താൻ മാറ്റി. ഞങ്ങൾ ഇത്രയും നേരം അപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരുന്നു. ആ സൈഡ് നല്ല വെയിലാണ്. ദിനോസർ. ദിനോസർ ബ്യൂട്ടിഫുൾ. എടുക്കാം. അയ്യോ, പരസ്യ നിരോധിത മേഖല. ദിനോസർ. അമ്പാ ഇടുക്കി എന്താ സാധനമാണ്. എന്തത്? ബ്യൂട്ടിഫുൾ. അവർക്ക് അവിടുത്തെ നല്ല മുളങ്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലുണ്ട്. ഇതാന്ന് തോന്നുന്നില്ല, മാനാഞ്ചിറ മൈതാനം ആയിരിക്കാം. ഇവിടെ കാണുന്നില്ല നമ്മൾ. നല്ല രസമുണ്ട് കാണാൻ. ഓ, മുക്കം ബസ്. നമ്മൾ നടന്ന് മടുത്തിട്ടോ. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല വയർപ്പുണ്ട്. ഓ, നമ്മളിപ്പോൾ ഏകദേശം മിഠായി തെരുവിൻ്റെ അവിടെ എത്തിയെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, നോക്കി നോക്കണം. വീണാനെ ലെഫ്റ്റാ ഒന്ന് എന്നെ നോക്കണം. ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കുമോ, എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കും ഞാൻ. എവിടെയാണോ മിഠായിത്തെരുവ് ഒന്നും അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം. ആ, ഇത് വീരങ്കിയുടെ കുഴലല്ലേ? ഇത് ഒറിജിനൽ സാധനം തന്നെയാടാ. എടാ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടുണ്ട്. ആ, ഉണ്ട്. ഏയ് നോ, വേണ്ട. ഇവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? അതിൻ്റെ ഉള്ളിൽ പുറത്തൊക്കെ മൊത്തം പ്ലാസ്റ്റിക് കുപ്പിയാണത്. ആ, പ്ലാസ്റ്റിക് കുപ്പിയാടാ. ഓ, നമ്മളങ്ങനെ മിഠായി തെരുവിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രതിമകളൊക്കെ ഉള്ളതൊന്നും കാണുന്നില്ല ക്ലിയറായിട്ട്. പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഓ, ഇതെന്തിനാണ് ഇരിക്കാനുണ്ടാക്കിയത്? ആയിരിക്കില്ലേ? നല്ല രസമുള്ള കലാ സൃഷ്ടികൾ. എന്താ കഥയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അമ്മയുടെ അവിടെ മനുഷ്യനെ തുടങ്ങി എന്തൊക്കെയോ കവിത എന്തൊക്കെയോ ആയിരിക്കും. ചിലപ്പോൾ ചരിത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ SM സ്ട്രീറ്റ് മിഠായി തെരുവിലേക്ക് നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കടയും തുറന്നിട്ടില്ല, മൊത്തം ക്ലോസ്ഡ്. ആളൊഴിഞ്ഞ നഗരവീതിയിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മടുത്തോ? അമ്മാര് വെയിറ്റ് ഉണ്ടത്, അത്രയും വെയിറ്റ് ഉണ്ടത്. അതാ ഇനി എന്താ? ഓ മക്കളെ. അങ്ങനെ നമ്മളൊരു ചായക്കട കയറും. ചായക്കടയല്ല, അലുവക്കട. നല്ല വെടിക്കെട്ട് കോഴിക്കോടൻ അലുവുണ്ട്. ഗോതമ്പലു ഒന്ന് കഴിച്ചേക്കും. വെറൈറ്റി
പിന്നെ പച്ചമുളക് ഉണ്ട്. ചേട്ടത് ഒറിജിനൽ കോഴിക്കോട് ഹൽവ തന്നെയല്ലേ? അല്ല, പല സ്ഥലത്ത് നമ്മളിങ്ങനെ ബോർഡ് കാണലുണ്ടാവും, അതുകൊണ്ട് ചോദിച്ചാൽ. തിരുവനന്തപുരം പോയാലുണ്ടാവും കോഴിക്കോട് ഹൽവ എന്നാണ് ബോർഡ്. കൊണ്ടുവന്നായിരിക്കും അല്ലേ? നമുക്ക് അടിപൊളി എന്താ പറയുക, എന്തെങ്കിലും ഹലുവ, മറ്റേ പച്ചമുളകിൻ്റെ ഹലുവ, പച്ചമുളകിൻ്റെ. നീ ഇങ്ങോട്ട് നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നേ? ഞാൻ എടുക്കല്ലേ. പീസ് വാങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാര്യം അലുവയിൽ ആദ്യമായിട്ട് എരിവുള്ളൊരു അലുവ ഞാൻ കഴിക്കുന്നു. നല്ല മധുരം, പക്ഷേ മധുരമല്ല, നല്ല എരിവ്. നല്ല മധുരം ഉണ്ട്, നല്ല എരിവ്. അടിപൊളി. അങ്ങനെ നമ്മൾ അലുവയൊക്കെ വാങ്ങി ബാഗിലാക്കി നമ്മൾ വീണ്ടും ഇങ്ങനെ മിഠായി തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളില്ല എന്നല്ല, ആരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വളരെ വിജനമായ സ്ഥലമായി മാറിയിരിക്കുകയാണ്. നല്ല തിരക്കുള്ള, ഈ ഞായറാഴ്ച ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നല്ല തിരക്കുള്ള സമയമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇന്നൊന്നും ഒരു മനുഷ്യനില്ല. നമ്മൾ ഇവിടെ നിന്നല്ല ബാഗ് എന്തോ വാങ്ങിയേ, അവിടെ നിന്നല്ലേ നമ്മൾ അതിലെങ്ങ് വന്നേ ആണ് ആണപ്പം. മോനെ, ഈ മൂലന്നാണ് നിൻ്റെ ഷർട്ട് ഓർമ്മ ഉണ്ടോ? ആ എന്തിനാണ്, അതന്നല്ലേ ഞാനും പറഞ്ഞത്. ഇത് എത്താനായി തോന്നുന്നുണ്ട്. ആവട്ടെ. എന്തെന്ന് വെറൈറ്റി ഹാൾ ഷോപ്പിൻ്റെ പേരല്ലേ? അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് എവിടെ എത്തി? മുട്ടാത്തെരുവിൻ്റെ ഒരു പുറത്തെത്താനായി. ഒരു സൈഡ് കിട്ടോ? മേലെപ്പാളയം റോഡ്. മേലെപ്പാളയം റോഡ്. അതെ, മേലെപ്പാളയം റോഡ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടല്ലേ അലുവക്കട? കോഴിക്കോടിൻ്റെ മൊത്തം അലുവയിലാണ്. കോഴിക്കോട് ഹൽവയുടെ ഓക്കെ. അതെ, എന്തായാലും വേലി. റെയിൽവേ സ്റ്റേഷൻ. എന്തൊക്കെയോ ആരാ അടുത്തു അല്ലേ? കുറച്ചല്ലേ ഭക്ഷണം കഴിച്ചില്ലായിരുന്നേ കുടുങ്ങി പോകാനേ. ഞാൻ രാവിലെ തന്നെ ഞാൻ അത് തന്നെ കഴിച്ചിട്ട് എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായി പോയി. ഒന്നും കഴിക്കാണ്ട് നീ എങ്ങനെ എത്ര നേരം നിന്ന്? ഇനിയിപ്പോൾ നീ താക്കോല് വന്നിട്ട് ഞാൻ അതേപോലെ അവിടെ കിടന്ന് 10:30 പിന്നെ എണീക്കുന്നു. പോലീസുകാരാട്ടോ. സാറല്ലേ, നമ്മൾ കക്കാൻ പോകുന്നല്ലോ, നമ്മൾ ട്രെയിൻ കയറി പോകാൻ വേണ്ടിയല്ലേ. സീനൊന്നുമില്ല, എന്ത് വിചാരിക്കാം. ട്രെയിൻ ഓടുന്നുണ്ടല്ലോടാ, ഓടുന്ന ട്രെയിൻ പിന്നെ ആൾക്കാർ വരണമല്ലോ, അപ്പോഴല്ലേ അത് ഓടുന്നതിൽ കാര്യമുള്ളൂ. ശരിയാണ്, നമ്മളെ പോലെ തന്നെയല്ലേ ഈ വരുന്ന എല്ലാവരും. അപ്പോൾ പിന്നെ സാർ അവിടെ അവർക്ക് ആവശ്യമില്ലാണ്ട് അവർ തടയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കല്ലേ. പോയി നോക്കാം എന്തായാലും എന്താവുന്നു. ഇത്രയും വലിയ കാര്യം വെച്ച് നിനക്ക് എത്താൻ പറ്റും. ഇതിലങ്ങനെ ചാടി അത് പ്രശ്നമാവും. ടിക്കറ്റ് എടുക്കണം. അത് ഓട്ടോക്കാരൻ കണ്ടടാ. ആ പിന്നെ അത് പോലീസുകാരൊന്നുമല്ല. നിന്നോടാരാ പേടിക്കാൻ പറഞ്ഞ? ആ അതെ അതെ, എന്ത് വേണാക്കിക്കോ, എൻ്റെ ഇഷ്ടം. അത് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. റെയിൽവേ സ്റ്റേഷൻ ആക്കിയിട്ട് അതെ, കുറച്ച് റിച്ച് അല്ലേ? ടവർ വേണം, ടവർ. അതെ അതെ. അയ്യോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. കോഴിക്കോട് ആണ് സാധാരണ കോഴിക്കോട്.
ഇഷ്ടം പോലെ ഓട്ടോറിക്ഷ ഉണ്ടോ, ഇതിലൊക്കെ കയറാൻ നമ്മളപ്പോൾ ഉള്ളവർ തന്നെ വേണം. അങ്ങനെ പേടിക്കാനുണ്ട്. എന്താകും എന്തോ ടിക്കറ്റ് കിട്ടിയ വായു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. അയ്യോ ഓട്ടോറിക്ഷയുടെ പേര് കോഴിക്കോടൻ. റെയിൽവേ സ്റ്റേഷനിൽ എത്തി മക്കളെ, എത്തി. ഗേറ്റ് 3 ഇതില്ലേ. നമ്മളേത് ഗേറ്റിൽ നിന്ന് കയറണ്ടേ? കയറ്റി വിടാത്തേക്ക് പിന്നെന്താ കയറാൻ വേണ്ടിയാണ് പോകുന്നത്. അല്ല വലിയ സ്റ്റേഷനല്ല, നല്ല വലിപ്പമുള്ള റെയിൽവേ സ്റ്റേഷൻ. ആഹാ കിച്ചൺ ചിക്കൻ. തെന്നലിലെ അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താണ് സ്ഥിതി എന്നറിയില്ല, പോയി നോക്കിയിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താ നടക്കാൻ നോക്കാം. നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. പണിയല്ല, നമ്മളെ കൂടെയുള്ള ഒരുത്തൻ ഇന്നലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനാരോടും പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തൊരു സാധനമല്ലേ, പിന്നെ കിട്ടാണ്ടെന്താ. ഇനിയിപ്പോൾ എത്ര മണിക്കാണ് ട്രെയിൻ? 5:10 ട്രെയിനുണ്ട്. ഇപ്പോൾ സമയം എത്ര ഇടാ? 4:30 ആവുന്നത്. ആ 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം നമ്മൾ. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിങ്ങിലാണ്. രണ്ടാളിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് പോകാം, അവരിപ്പോൾ വരും. ഇതിപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ ഇരിക്കണം. മാസ്ക് ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ചൂട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇത് നമ്മുടെ ബൈക്കിൻ്റെ ഷോറൂമോ? എൻ്റെ അമ്മ എന്താ ഇതുപോലെ എപ്പുറത്ത് കൊട്ടേഷൻ എടുക്കാനാ കൊടുക്കാനാ? ഓ പകുതി പൈസ അങ്ങനെ ചെയ്യാനാണോ? പറ്റുമോ? ഇതൊക്കെ മാക്സിമം ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനുകൾ എടുക്കുള്ളൂ. ആണ് എന്തായാലും നോക്കി നോക്കാം നമുക്ക്. നമുക്ക് ഇട്ടോ കയറണോ? കിട്ടിയാലോ? പുല്ല് നിറഞ്ഞ റെയിൽവേ പാളം. കഴിഞ്ഞ ലോക്ക്ഡൗണൊക്കെ ഒരു ട്രെയിൻ പോലും ഇതിൽ ഓടിയിട്ടില്ലല്ലേ. അങ്ങനെ വേ ടു പ്ലാറ്റ്ഫോം 4 എക്സിറ്റ്. അങ്ങനെ നമ്മളെ ട്രെയിൻ വരുന്ന 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ അടുത്ത് മെസ്സേജ്. ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നതല്ല, വന്ന് പോയി. കാലിയാണ് മൊത്തം. പക്ഷെ അതൊന്നും ഞമ്മക്കുള്ളല്ല, അതൊക്കെ കാസ് പോകാൻ തൊട്ട് മണിയുള്ളവരെ. ആണോ? AC ആയിരുന്നോ? OC. അക്കു സഞ്ജീതുണ്ട്. എൻ്റെ പേരെന്ത് ചെയ്തു? മുത്തലിബ്. ഇതാണ് അസ്താഷ് അക്കു. യാസീനുണ്ട്. യാസീൻ എല്ലാം ഫ്രണ്ട്സ്. നമുക്ക് ട്രെയിൻ കിട്ടിയ ട്രെയിൻ എടുത്തു തുടങ്ങി കേട്ടോ. സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്യാണ്ട് വന്നല്ലോ, ബുക്ക് ചെയ്ത് വന്നാണല്ലോ. അപ്പോൾ സീറ്റ് എന്തായാലും കിട്ടുന്നുണ്ടോ? പോകണം എന്തായാലും ചാടുവരും. അങ്ങനെ കോഴിക്കോട് ടൗണിലൂടെ ഞങ്ങൾ വിട പറയുകയാണ്.
എന്താകുമ്പോ എന്തോ. കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോട്. ബൈ ബൈ. അങ്ങനെ നമ്മളിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. വടകര സ്റ്റോപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി കൊടുക്കുമായിരിക്കുമല്ലോ. ട്രെയിൻ അങ്ങനെ തന്നെ ടക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കന്നെ ചെയ്യും. നിൽക്കുന്നത് നമ്മൾ അറിയില്ല എന്നൊക്കെ വെറുതെ പറയുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ലാസ്റ്റ് നിൽക്കൂലേ, നമ്മളിങ്ങനെ ആടിപ്പോവും. ഇവർ കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സാധനം ഒന്നും അറിയില്ല. അതാണ് സാധനം, കട്ട്ലറ്റാണ്. എന്ത് കട്ട്ലറ്റാണോ ദൈവത്തിനറിയാം. ഇതാണ് സാധനം, എന്താണോ അതെ. സ്ഥിതി കഴിച്ചിട്ട് രസമുണ്ടോ യാസിന? കുഴപ്പമില്ലല്ലേ? പോലെ എനിക്ക് വയ്യ. എന്തൊക്കെയോ ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റാണാവോ? സോസ് ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് പോവാം. കുഴപ്പമില്ലാതെ തന്നെ. ആ പാനി കഴിച്ചാ പാനിയാ. ആ ശരിയാ. സോസ് കഴിഞ്ഞ് സോസ് കുടിക്കില്ലേ? അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അതിരാവിലെ 4:30 മണിയാകുമ്പോൾ മഡ്ഗോണിലെത്തി. മഡ്ഗോൺ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്താക്കാം, പോയി നോക്കാം. ഒരു ഐഡിയ ഇല്ല എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഇവിടുന്ന് ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കാണ്ട് പുറത്തേക്ക് വിടൂലോ. അപ്പോൾ പോലീസുകാരുണ്ട്, 34 വന്ന് പറഞ്ഞു ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കണം, അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് ചെയ്യും? ഇനിയിപ്പോൾ മൂക്കിലൊക്കെ കുത്തി കയറ്റും. അയ്യോ വയ്യ, ഞാൻ എടുത്തിട്ടില്ല വേറെ. എന്തൊക്കെയോ പറയുന്നുണ്ട്, ബാക്കിലൊക്കെ നിൽക്കണം എന്നോ. ഇതിപ്പോൾ പെട്ടുപോയി ഗൈസ്. എന്ത് സംഭവിക്കുന്നുള്ളത് അറിയില്ല. എന്താ സ്ഥിതി? വഴിയില്ലല്ലോ. നമുക്ക് പുറത്തേക്ക് ആണെങ്കിൽ എൻ്റെ ID കാർഡും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിച്ച് ഞങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരും എടുത്ത് വെച്ചില്ലേ? എന്നോടാരോ തുമ്മാ പറഞ്ഞ. ആ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ RT-PCR ഒക്കെ എടുത്ത്, RT-PCR അല്ല, എന്താണ് നമ്മളെടുത്ത് ആൻറ്റിജൻ ടെസ്റ്റ് അല്ലേ? ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നെഗറ്റീവാണ് എല്ലാവർക്കും ഭാഗ്യത്തിന്. ഫുള്ളും ഉടായിപ്പാണ് അവിടെ ടെസ്റ്റിങ്ങൊക്കെ. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. മൊത്തം അവസ്ഥയാണ് ടെസ്റ്റിങ്ങൊക്കെ. എന്തായാലും ടെസ്റ്റ് എടുത്ത് 270 രൂപയാണ് ടെസ്റ്റ് എടുക്കാൻ. അതിനാളെന്ത് കാര്യമില്ല. ആ ഇവിടെ കുറേ റെൻറ്റിന് ബൈക്കുകളൊക്കെ ഉണ്ട്. ഇതാ എടുക്കണേ. ഓ എടാ എത്രയുടെ പൈസ എത്ര? ഒരു ദിവസമൊക്കെ? എടാ ഇപ്പം എന്തിനാ ബൈക്ക് വേണ്ടല്ലോ, ജസ്റ്റ് നോക്കല്ലേ. സ്പ്ലെൻഡർ എടുത്ത നല്ല വിലക്കുറവുണ്ട്. പക്ഷെ വിലക്കുറവല്ല, നല്ല മൈലേജ് ഉണ്ടാവും.
എടാ ഇനി എന്ത് നടക്കല്ലേ? അല്ലാണ്ട് പിന്നെ നമുക്ക് നടന്നു നോക്കാം. ഗൈസ് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി റൂമൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നമുക്കെന്താ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് അവർ ഹോട്ടലിലേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. അവർ പറഞ്ഞ റേറ്റ് എത്ര? 400 രൂപയാണ് ചാർജ് പറഞ്ഞത് അവിടെ എത്താൻ. പിന്നെ ഹോട്ടലിന് എക്സ്ട്രാ റെന്റ് വേറെ, അത്ര 1200-1500 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ ഈ പൈസ വെറുതെ കളയണ്ടല്ലോ, ആ പൈസ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇവിടുന്ന് നടക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞങ്ങൾ എന്താക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ മാപ്പ് ഇങ്ങനെയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതിൽ കാണിക്കുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ട് അവിടെ എത്താനുള്ള ടൈം. അപ്പോൾ 1.5 മണിക്കൂർ ഇങ്ങനെ നടക്കണം. പക്ഷേ നമ്മൾ മലയാളികൾക്ക് നടത്തൊരു വിഷയമല്ലല്ലോ, കാരണം കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ നടന്ന ടീംസാണ് മലയാളികൾ. ഞങ്ങളല്ല, മലയാളികളുണ്ടല്ലോ, അതിൽപ്പെടുന്ന തന്നെയല്ലേ നമ്മളും. നമുക്കതൊരു വിഷയമല്ല. അതെ, ഇവരെ നമ്മളാണ് ഇറക്കാൻ നോക്കുന്നത്. തുറക്കുന്ന ടീംസാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കെന്താ കുറച്ച് എന്തെങ്കിലും വേറെ വീഡിയോ എടുക്കാം. ബേക്കറി കുറച്ച് ടീംസ് വരുന്നുണ്ട്, പാട്ടൊക്കെ ചെയ്ത് മറ്റേ അണ്ണാച്ചിയുള്ള അവസ്ഥയാണ്. ഗോവ കിട്ടുന്നില്ല, നമ്മൾ മറ്റേ സ്വപ്നത്തിൽ കണ്ടൊരു ഗോവ ഇതല്ല, ഇത് വേറെ എന്തോ ഒരു ഇതുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിറങ്ങിയ സ്റ്റേഷൻ വേറെ ആയിട്ടാണോ, ഇപ്പം സമയം ഇതായിട്ടാണോ ഒന്നും അറിയില്ല. എങ്ങനെ? മഡ്ഗോൺ ആ സ്റ്റേഷനാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും കുറേ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു കേരള ഫീലിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? ഏകദേശം നല്ല മഴയൊക്കെ പെയ്ത് ഇറക്കുന്ന സമയം. ഇപ്പോൾ കേരളത്തിൽ മഴയില്ല, പക്ഷെ ഇവിടെയൊക്കെ നല്ല മഴ ഉണ്ട്. മഴയൊക്കെ പെയ്ത് റോഡിലൊക്കെ വെള്ളമുണ്ട്, റോഡൊക്കെ നനഞ്ഞിരിക്കുകയാണ്. എന്തായാലും 1.5 മണിക്കൂർ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, 1.5 മണിക്കൂർ നമുക്ക് വീഡിയോ കണ്ടാലേ നമുക്ക് എന്താക്കാം, നമുക്കിനി മെല്ലെ നോക്കിയിട്ട് പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഓരോരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടാം. ഓക്കെ ഗായ്സ്, ടാറ്റാ. ഗൈസ് നമ്മളങ്ങനെ നടന്ന് ഏകദേശം അപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ട് ഇനി? ഓ ഗോഡ്, 4 കിലോമീറ്റർ നടക്കാനുണ്ട്. അതിവിടെ നല്ല നടക്കാനുള്ള ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ കവർ ചെയ്ത് ഞങ്ങൾക്ക് വഴിയൊന്നും തെറ്റിപ്പോയായിരുന്നു കുറച്ച്. അപ്പോൾ ഞങ്ങൾ ഒരു 1.5 കിലോമീറ്ററോളം ഞങ്ങൾ വെറുതെ നടന്നു. ചില ചെരുപ്പൂര് നടക്കാം അല്ലേ? എന്താ സുഖം. അതെ വാടാ, അതെ രണ്ടാളോടെ റെസ്റ്റ്. എന്നാൽ ഇവിടെ ഇരുന്നാലോ 10 മിനിറ്റ്? വേണ്ടല്ലേ, എന്തിന്? എന്നാ നല്ല വയലില്ലേ, വലിയ വരാലുണ്ട്. ബരാലി ഇടാക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ എടുക്കാം. എന്തായാലും ഇപ്പോൾ കട്ടാക്കട്ടെ. ഓ ഗായ്സ്, ഞങ്ങളങ്ങനെ മഴയത്ത് കുടുങ്ങി. ഇവിടെ പെരും മഴയാണ്. ഇതിപ്പോൾ ഗോവയ്ക്ക് വന്നിട്ട് എന്തിനാണെന്ന് ആലോചിക്കുന്നത്. ഒടുക്കത്ത മഴ. ഇപ്പോൾ കേരളത്തിനെക്കാട്ടി അവസ്ഥ കൂടിയാണ്. പെരും മഴ നമ്മൾ പെരും മഴയത്ത് ഞങ്ങൾ പെട്ടുപോയി. ഒടുക്കത്ത മഴ. ആകാശം തന്നെ നോക്കുക, എമ്മാതിരി കറുപ്പാണ്. കാർമേഘം കൂടെ നിറഞ്ഞ്. ഇപ്പോൾ ഗോവയിലെ തന്നെ ആരെങ്കിലും വിശ്വസിച്ചു? ഓ മോനെ, അതെ എന്താ മഴ. ഇപ്പോൾ അമ്പലത്തിൻ്റെ തണൽ കിട്ടി. തണലല്ല, അമ്പലത്തിനോടൊരു ഷെഡുണ്ട്, അത് കിട്ടുകൊണ്ട് ഞങ്ങളിവിടെ അങ്ങനെ കയറി നിന്ന് സൈഡായി. ഇത് ക്രിസ്ത്യൻസിൻ്റെ ചർച്ച്, ഇത് ഹിന്ദുക്കളുടെ അമ്പലം. ഓഹോ മഴ. പിന്നെ ഹോമകുണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ നടക്കുന്നുണ്ട്. നീണ്ട മഴയുടെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. അയ്യോ, ഫുള്ള് വെള്ളം, ഫുള്ള് മഴ, ഫുള്ള് നനവ്. വല്ലാത്തൊരവസ്ഥയാണ്.
നമുക്കിനൊരു 3 കിലോമീറ്ററും കൂടി നടക്കാണ്ട്. നമ്മൾ എന്താക്കാം, 3 കിലോമീറ്ററും കൂടി വലിയൊരു മഴ വരുന്നതിന് മുമ്പ് ഏകദേശം മാക്സിമം എത്താൻ പറ്റുന്നതൊക്കെ എത്തിയിട്ട് ബാക്കി അവിടെ നിന്ന് എടുക്കാം വീഡിയോ. ഗൈസ്, നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കണ്ടൊരു വണ്ടിയാണ്. മറ നല്ല അടിപൊളി സാധനം, പക്ക ഓഫ് റോഡ്. ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് എന്തോ ഒരു പേരുണ്ട്, എന്ത് പേരൊന്നും അറിയില്ല, ഒട്ടുക്ക തരില്ല. നീ വണ്ടി എടുത്ത് നോക്കി. ഇതുണ്ടോ, സാധാരണ ഒരു 540 ജീപ്പാണ്. അത് വീലൊക്കെ കയറ്റി നല്ല കട്ട ടയർ, ഓഫ് റോഡിങ് ടയറൊക്കെ ഉള്ളത്. ഷോടാത്ത വണ്ടിയാന്ന് തോന്നുന്നു. സ്പ്രിങ്ങൊക്കെ കയറ്റി സംഭവം റണ്ണിങ് ആണെന്ന് തോന്നുന്നു. റണ്ണിങ് കണ്ടീഷനായിരിക്കാൻ സാധ്യതയല്ല. പക്ഷെ അത് ഷോയ്ക്ക് നിർത്തിയിട്ടതാണോ എന്നും അറിയില്ല. ഇനിയിപ്പോൾ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും കാരണത്തിൽ നിർത്തിയിട്ടതായിരിക്കാം. പക്ഷെ സാധനം കിടക്കി. ആ ഓടുന്ന വണ്ടിയായിരിക്കും. അപ്പോൾ നിർത്തിയിട്ടേക്കണല്ലേ, അങ്ങനെ കട്ടയ്ക്ക് കയറ്റിയിട്ടേക്കണേ. ഓ, ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നതൊക്കെ കേരളത്തിലെ പിള്ളേരെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. കൊണ്ടുപോയാലോ ഇന്ത്യയിലൊന്നും കാണും. അതെ, ഇങ്ങനത്തെ 3 വണ്ടി അവിടെ വേറെ ഉണ്ടാക്കാം. സൈസൊക്കെ കട്ട് ചെയ്ത് ബാക്ക് വെച്ച് ഹൗസിങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ KL GA2 കിട്ടിയാൽ പഠിക്കും. ഗൈസ്, നമ്മളങ്ങനെ കോൾവ ബീച്ചിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നമ്മൾ നടക്കുന്നു. ഒരു നടന്ന് മടുത്ത് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത മടുപ്പുണ്ട്. വരുന്നതൊക്കെ ചായയൊക്കെ കുടിച്ച്. ഇവിടെ ഫുള്ള് ടാറ്റു കേന്ദ്രങ്ങളാണ്. മൊത്തം ടാറ്റു സ്റ്റുഡിയോ. അവിടെ മുതൽ ഇവിടം വരെ മൊത്തം ടാറ്റു സ്റ്റുഡിയോ. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതിനെക്കാട്ടൊക്കെ എത്ര ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കി നമ്മൾ എന്തായാലും ചോദിക്കുന്നതാണ് എത്ര രൂപയ്ക്ക് അടിക്കാൻ പറ്റും. എന്തായാലും അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓൾറെഡി കയ്യിലൊരു ടാറ്റു ഉണ്ട്, പക്ഷെ അതൊക്കെ ഏകദേശം ഫെഡായ അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും കൂടി ഡാർക്കാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നോക്കണം. പിന്നെ കൂടെ ഉള്ളവന്മാർക്കൊക്കെ ടാറ്റു അടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കി നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ. എന്തായാലും ബീച്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ക്യാമറയിൽ കൂടെ എനിക്കെന്തായാലും കാണുന്നുണ്ട്. നമ്മളെന്തായാലും പോയി നോക്കുന്നതാണ്. നല്ല അടിപൊളി ചേട്ടന്മാരൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പൊള്ളി മൂടി എൻ്റെ മോനെ. മോട്ടോർ ബൈക്ക് റെൻറ്റ്. സഞ്ജിതേ, ഫോട്ടോ എടുക്കട്ടോ. എൻ്റെ അല്ല, 1-2 ഫോട്ടോസ് ഉണ്ട്. സിൽവർ സാൻഡ് രജിസ്റ്ററോ എവിടെ? ഒയ്യോ എൻ്റെ മോനെ. അങ്ങോട്ട് എന്താണിത്? എന്താണ്? അയ്യോ മൂക്ക്. അതിൻ്റെ മൂക്ക് നടക്കണ്ട. അതിനും തെറിയാക്കും. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ചു ചാടിയിട്ടുണ്ടാവും. ഏയ്, ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്നാണ് അറിയാത്തത്. എപ്പോൾ നടക്കാൻ തുടങ്ങിയല്ലോ? ഞങ്ങൾ കുറേ നേരം നടക്കുന്നേ. 10 മിനിറ്റോ? 7 കിലോമീറ്റർ, 7.5 കിലോമീറ്ററിന് മുകളിലിപ്പോൾ നടന്ന് നമ്മൾ എത്തി. നമ്മൾ ഒടുവിൽ നമ്മൾ ബീച്ചിലെത്തി. നീ ഇടാമത്തെ. ഓ മൈ ഗോഡ്, ചാണകത്തിൽ ചവിട്ടിയാൽ കുടിക്കാൻ. പിന്നെ ഗോമാതാവിൻ്റെ സുഖമല്ലേ, സാരമില്ല. നല്ല തിരമാലകളിങ്ങനെ അലയടിക്കുന്ന ശബ്ദം. ഫോണിൽ എത്രത്തോളം റെക്കോർഡ് ആവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ശബ്ദമാണ്. അടിപൊളി.
അല്ല ഇതിപ്പോൾ വീഡിയോ കാണുന്നതിൽ പലരും കണ്ടു മടുത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ കാണാത്തവരും ഉണ്ടാവും. എടാ ചെരുപ്പടയല്ലേ? ചെരുപ്പടയാണോ? ഓപ്പൺ അല്ലല്ലോ. അല്ലേ? അല്ല, ആടാ പുറത്തില്ലല്ലോ. നോക്ക്, ക്ലോസ്ഡാ, തൂക്കിയിട്ടേക്കണ പുറത്താന്നേ. ചെരുപ്പടയാണ് സംഭവം. അല്ലടാ, ഇപ്പുറത്താണാടാ. ആ എടാ ഒരു മിനിറ്റ് കേട്ടോ, പിന്നെ ചെരുപ്പ് വാങ്ങട്ടെ. ആ നോക്ക് ഗായ്സ്, നമ്മളെ കൂടെയുള്ളവരത്തിന് നടന്നവൻ്റെ കാലിൻ്റെ ഊപ്പാട് ഊരിയിട്ട് ചെരുപ്പ് ക്രോക്സിൻ്റെ ഒരു ചെരുപ്പാണുള്ളത്, പക്ഷെ അതിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കാൻ പോവാണ്, ഒരു വള്ളിച്ചെരുപ്പ് വാങ്ങാൻ പോവാണ്. നല്ലൊരു ഹവായി കിട്ടുന്നൊക്കെ. ഇതൊക്കെ ഹവായി ഇടുന്നുള്ള നാടാണെന്നൊന്നും അറിയില്ല. എക്സ്പോർട്ട് ഗാർമെൻറ്റ്സ് 49 ഉണ്ട്. 49 രൂപ ഉണ്ടോ? എന്തായാലും പോയി നോക്കാം നമുക്ക്, എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. രാവിലെ തന്നെ കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഫിക്സഡ് റേറ്റ് ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബാർഗൈനിങ് ഒന്നും ഉണ്ടാവില്ല. നോക്കണ്ട, ഒരു ചെരുപ്പല്ലേ വാങ്ങിക്കൂട്ടി. ഓ ഗായ്സ്, നമ്മൾ വീണ്ടും കയറാൻ പോവുകയാണ്. യെസ്. ഓ ഭയ്യ ചപ്പൽ എവിടെ? കിതറ ആ, ചെരുപ്പ് പോയി നോക്കട്ടോ നമുക്ക്. ചെരുപ്പ് മാത്രമല്ല, ഒരുപാട് ഡ്രസ്സുകളുണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, ഷോർട്ട്സുകളുണ്ട്, ബോക്സേഴ്സ് ഉണ്ട്. ഓ മെതിയടിന്ന് ഞാനിപ്പോൾ ഏത് ഭാഷ ചോദിക്കൂടാ, അതും കൂടി നീ പറ. ഇത് തൽക്കാലം എന്താക്കുക, ഏതായാലും സ്ലിപ്പർ വാങ്ങിയിടേ. മെതിയടി ഇപ്പോൾ ഓൾറെഡി വീട്ടൊന്നുമില്ലേ. അപ്പോൾ പൈസ കിട്ടണേ, പൈസ ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പോകുന്നത്, 250 റുപ്യ. അത് നല്ല 60 റുപ്യ. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ ഇതിലും കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ടീഷർട്ട് 200 പോരാ അല്ലേ? എന്താ സ്ഥിതി? എനിക്കത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനല്ലേ? അത് പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലതുള്ളൂ. അത് എടുത്തിട്ടോ, പൊട്ടുന്നവരടാ. നോക്കടാ. കുറച്ചും കൂടി പൈസ നമ്മളങ്ങനെ കടയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ മധുനാട് പട്ടിക്കൂട്ടങ്ങൾ. ഓ ഫുള്ള് പട്ടികൾ. ഓ മാൻ, റെയിൻകോട്ട്. എൻ്റെ പൊന്നു, പട്ടികളെ കാണിച്ചു. എൻ്റെ മോനെ എത്ര പട്ടികളാ. ആ അതന്നെ, പക്ഷെ അതൊരു നല്ല മനുഷ്യൻ, അത് വേറെ കാര്യം. ഓ പക്ഷേ നിങ്ങളൊക്കെ അവിടെ പോയിട്ട് നമ്മളവിടെ പോകണ്ടേ അല്ലേ? നിങ്ങളൊക്കെ അവിടെ കണ്ട് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരടാ. അവിടെ വരെ ഇറങ്ങിയിട്ട് വരെ, അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ കയറി വരാം. എന്നാ നമുക്ക് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യും. ഞാനൊന്നും വാങ്ങിയിട്ടുള്ളൂ. എന്തൊരാക്രാന്താ യാസിന. യാസിന അതൊക്കെ എവിടെയൊക്കെ വരും കേട്ടോ. യാസിന പട്ടി ഇപ്പൊ കടിച്ച് കീറുമോ നമ്മളെ? തൈര് അതിനെ നോക്കണ്ട, അതിനെ നോക്കി നമ്മൾ അതിൻ്റെ കണ്ണിൽ നമ്മളെ പേടി കൊടുക്കും. അപ്പോൾ അതിന് മനസ്സിലാവും നമ്മൾ ഭയന്നു. ഞങ്ങളങ്ങനെ ബീച്ചിൽ കയറാണ്ട് റിട്ടേൺ പോവാണ്, റൂം നോക്കിയിട്ട് നടക്കുക. എടാ നമ്മളെടുത്ത നോക്കി റൂമിലേക്ക് പോകുന്നുണ്ട്. എന്താ ചെയ്യുന്നത് ഇവരോ? ആ റൂമിൻ്റെ റെന്റ് എത്രയാ? അവിടെ പറഞ്ഞ 1200 ലാസ്റ്റ്. 1200 ലാസ്റ്റ്. 1500 ലാസ്റ്റ്. ഗോമാതാക്കൾ. ചെന്നാട് ചോദിച്ചപ്പോൾ എത്ര പറഞ്ഞത്? ചെന്നാട് ഓക്കെ, നമുക്കിനി എന്തെങ്കിലും റൂമിൽ പോയിട്ട് നോക്കാം, റൂം കിട്ടിയിട്ട് എന്താ സ്ഥിതിയില്ല. ഓക്കെ ബൈ ഗൈസ്. നമ്മളങ്ങനെ റിസപ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പേരൊന്നും കാണുന്നില്ല. ആ സ്കൈലാർക്ക് റിസോർട്ട് റിസപ്ഷൻ. എന്താ ചെയ്യുന്നതാണോ? റൈറ്റ് ഓഫ് അഡ്മിഷൻ. I told you, Chief.
Otherwise, our rate is 2,000 rupees, 2,500 rupees, 3,000 rupees. And there is a 18% tax, so I will not charge you a tax. If you want with them only, I will charge you. Otherwise, I will charge will be not charged. We have 2,000, 2,500, 3,000. So I told them discount will have. You ask them. I have not like half, then change it, then change it. You look at the room first, then you decide. ഓക്കെ. Yeah. അപ്പോൾ അയാൾ പറയുന്നത് റൂം കണ്ടിട്ട് തീരുമാനിക്കാനാണ്. ഇവിടെ എന്താ പറയുന്നത് ലാസ്റ്റ്? ആ റേറ്റ് കൂടുതലാണ്. നമ്മളിന്ന് എന്താ പറയുന്നത്? ബില്ലില്ലാത്തതാണ് സംഭവം. കൊള്ളാം, കുഴപ്പമൊന്നും. റൂം കാണണ്ടോ? അവർ കിടക്കുന്നതാണെങ്കിൽ നമുക്ക് കാണണ്ടേ? എന്ത് മര്യാദയുടെ അത് കൊള്ളാം. എന്തൊക്കെയൊരു എന്താ പറയുക, ചൈനീസ് ആശ്രമം പോലെയൊക്കെ ഉണ്ട്. കൊള്ളാം, പോലീസ് സാധനം. ഓഹോ, സ്റ്റെയറുകൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പടിക്കെട്ടുകൾ പടിപ്പടിയോ തള്ളല്ലോ, നൊന്തു കേട്ടോ അമ്മേ. നീ എന്താ ഫുഡിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നില്ല. ഓഹോ, ഇത് പിടിച്ചതിനും വലിയ മാർക്കിൽ നിന്ന അവസ്ഥയല്ല, അതല്ലാത്ത അവസ്ഥ എന്താ? ഫ്രണ്ട് കാണുന്ന ലുക്കൊന്നും ബാക്കിലില്ല. താക്കോല് മാറിപ്പോയോ? ഓഹോ, ഓണർക്ക് റൂം അറിയില്ല. എന്താ പന്നിയോ? പന്നിനല്ലേ? പന്നി. അങ്ങനെ നമ്മൾ റൂം നോക്കുകയാണ്. കൊള്ളാം. ഇവിടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, ഹെയറിൻ്റെ ചെറുത്, ബെഡുണ്ട് 4 ആൾക്കുള്ള. കൊള്ളാം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. കൊള്ളാം. ഇവിടെ നോക്കുമ്പോൾ രസമുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂൾ അലൗഡ് ആയിരിക്കാൻ സാധ്യതയില്ല. സ്വിമ്മിംഗ് പൂൾ അടക്കമാണല്ലേ? ഓക്കെ ഓക്കെ, സ്വിമ്മിംഗ് പൂൾ അലൗഡാണ് വിത്ത് പൂൾ. നമ്മളങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാണ്, റിസോർട്ടിൽ നിന്ന്. ഓക്കെ ബൈ. If you want bike, give me a call. ഓക്കെ, rent a bike. 250. What your fixing card? Yeah. No, my number, your friend has it. ഓക്കെ, നമ്മളപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. സംഭവം ചീപ്പസ്റ്റ് റൂമൊക്കെയാണ്. റൂമൊക്കെ കുഴപ്പമൊന്നുമില്ല, റൂമൊക്കെ നല്ല റൂമാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഏറ്റവും ചിലവ് കുറച്ചിട്ട് എങ്ങനെ കിടന്നുറങ്ങാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ റൂം നടക്കില്ല. കാരണം അവർക്ക് ഇവിടെ 2000 കൊടുക്കുന്ന റൂമാണ്. 1500 രൂപയ്ക്ക് 2 ആൾക്ക് കിടക്കാം ഒരു റൂമിൽ. ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് 2 ആളെ കിടത്താൻ കഴിയുള്ളൂ റൂമിൽ. അപ്പോൾ നമുക്ക് വേറെ റൂം വേറെ ആൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 4 ആൾക്ക് ഒരു റൂമിൽ സെറ്റാക്കി തരും. 1200 രൂപയാണ് റൂമിന് റെൻറ്റ്. അതിപ്പോൾ റൂം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി പോയി കണ്ടാൽ അറിയാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ. ഓക്കെ, നമ്മളിത് അടുത്തൊരു റിസോർട്ടിലും കൂടി കയറിയിട്ടുണ്ട്. എന്താ കോൾവ ബീച്ച് റിസോർട്ട്. അത് തിരിഞ്ഞാൽ കാണുന്നല്ലേ. ജസ്റ്റ് കയറി നോക്കിയതാ റെൻ്റൊക്കെ എത്രയാണ്, എന്താ സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കിയിട്ട് കാണാം. പൂളില്ലേ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാവും. സ്വിമ്മിംഗ് പൂൾ സംഭവം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ബീച്ചിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 10-50 മീറ്ററൊക്കെ നടക്കാനുണ്ടാവുള്ളൂ ഇങ്ങോട്ട്. പക്ഷേ പ്രൈസ് ഭയങ്കര ചാർജ് കൂടുതലാണെങ്കിലാണ് നമുക്ക് പറ്റാത്തത്. ചീപ്പ് റേറ്റിന് എടുക്കണം. ഒന്നാമത് ആരുടെയും കയ്യിൽ പൈസ ഒന്നുമില്ല. അതൊക്കെയാണ് അവസ്ഥ. അങ്ങനെ
നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നടക്കൂല. 900 രൂപ വരണ്ടേ 2 ആൾക്ക്. അപ്പോൾ നമ്മൾ അതിലും കുറച്ച് കിട്ടുന്ന റിസോർട്ടും കൂടി ഹോട്ടലും കൂടി നോക്കി നോക്കാം നമുക്ക് എന്തായാലും. ഗൈസ് നമുക്കങ്ങനെ നല്ലൊരു 100 പൈപ്പേഴ്സ് ടിപ്പേഴ്സ് എന്തെന്നാ അലീന വൈൻ ഷോപ്പിലേക്ക് കയറി വെക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. ടാങ് ടാങ് ടാങ്. ഗോൾഡ് ബാങ്കിൻ്റെ നല്ല വൈദ്യൻ്റെ കുപ്പികളുണ്ട്. ഗോൾഡൻ ബ്ലാക്ക് MC ഇതൊക്കെ ഏതാ? എടാ ഹൈബറി ഏതൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എന്താ ഐബി എടുത്താലോ? ഐബി ഇല്ലല്ലേ? മദ്യം വിഷമാണ് പറഞ്ഞേ. ഓ എന്താ മോനത് ബക്കാടിൻ്റെ 7,000 കിട്ടാൻ 5 ലിറ്റർ. എൻ്റെ അമ്മ 5 ലിറ്ററിൻ്റെ ബക്കാടി ബ്ലാക്ക് 6,400. 5 ലിറ്റർ കേട്ടോ മോനെ. അത് 5 ലിറ്റർ. പ്രോബ്ലം ബ്ലാക്ക് ലേബർ ഏതാ വാങ്ങാ? ഏതായാലും വാങ്ങാണ്ട് മോശം. അയ്യോ കൊറിയർ നപ്പോളിയൻ അവിടെ കിട്ടുന്നതാണ്. MH ഫുള്ള് ഉണ്ട്. MH ഫുള്ള് മെൻഷൻ ഹൗസ് MH ഫുള്ള്. ഇത് എത്ര? 270 റുപ്പീസ് ഓൺലി. എൻ്റെ അമ്മ ഫ്രഞ്ച് ബ്രാൻഡി 270 ഓൺലി. നമ്മളെ നാട്ടിലൊക്കെ ചാമ്പലാണ് ഒടുക്കത്തെ വേറെയുള്ള സാധനമാണ്. MH മതി നമുക്ക്. ഇതിലിപ്പോൾ വേറെ കണ്ടിട്ട് അവിടെ MH മാറ്റി വേറെ ബക്കാടി എന്താ റേറ്റ് വരുന്നത്? കിത്തന ബക്കാടി കിത്തന? ബ്ലാക്ക് കിത്തന? 675. ഓ 675. ആ ബക്കാടി 675. അത്രയല്ലേ ഉള്ളൂ. നമ്മളവിടെ പ്ലെയിനിന് ഇത് ലെമണല്ലേ ഏകദേശം 1,300 രൂപയോളം വരെ വരും. പകുതിയല്ലേ ഉള്ളൂ. ബ്ലാക്ക് എടുക്ക്. ബക്കാടി ബ്ലാക്ക് എടുക്കണം. വോഡ്ക്കൊന്നും വേണ്ട. ബക്കാടി ബ്ലാക്ക്. എടാ ബക്കാടി ബ്ലാക്ക് 270 റുപ്പീസ്. 270? ആ ഭയ്യ 270 ആണോ? എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എടുത്തിട്ടോ. എടാ ബക്കാടി ബ്ലാക്ക് 270. ഏർക്കണ്ടേ? ബക്കാടി ബ്ലാക്ക് എടുക്ക്. MH-നെക്കാട്ടും നല്ല ബക്കാടി ബ്ലാക്ക് അല്ലേ? ആണ്. ബക്കാടി ബ്ലാക്ക് ഓടിക്ക്. എന്താ ബക്കാടി ബ്ലാക്ക് എടുക്കല്ലേ? അപ്പോൾ എപ്പോൾ ബക്കാടി ബ്ലാക്ക് എടുക്കുക? എന്താണ് അതാ MH ആണോ? ബക്കാടി ബ്ലാക്ക് എടുക്കുക. MH വേണ്ട. എടുക്കല്ലേ? റമ്മ അയ്യോ വേണ്ട. MH എടുത്താ 200 രൂപയ്ക്ക് അതിന് മേടിച്ചല്ലോ. ഞങ്ങളങ്ങനെ നിയോൺ എടുത്തിട്ടില്ല, MH എടുത്തിട്ടില്ല, റോയൽ ഗ്രാൻഡ് എടുത്തിട്ടില്ല, ബക്കാടി ബ്ലാക്കും എടുത്തിട്ടില്ല. എടുത്ത സാധനം ഏതാണ്? വിസ്കിയാണ് എടുത്തത്. വിസ്കി റോയൽ ഗ്രീന് വിസ്കി. ഇത് എത്ര? 260 രൂപയേ ഉള്ളത്. നാട്ടിൽ സാധനം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്താ വില എന്ന് അറിയില്ല. സംഭവം കൊള്ളാം. ഗൈസ് നമ്മളപ്പോൾ വൈൻ ഷോപ്പിൽ നിന്ന് വിട പറയാം. അപ്പോൾ ചോട്ടു ബൈ ഹായ് പറയും. ഹായ് പോലോ. ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അവിടെ നിന്ന്. വേണ്ട ഒരു സാധനം വാങ്ങി, ഒരു ഫുള്ള് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ് നമ്മളിങ്ങനെ. എന്താ സംഭവം? എന്താ കച്ചറ എന്നല്ല, ഞങ്ങൾ പോവാങ്ങളാ. എടാ റൂം എവിടെയാ?
നമ്മൾ ഫസ്റ്റ് എടുത്ത് ആ ആ ആണോ? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റൂമല്ല, വേറെ റൂം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി നമുക്ക് പോയി നോക്കാം എന്താകുന്നുള്ളത്, സംസാരിച്ച് നോക്കാം. എന്തെന്നാ സൗണ്ട് ഇത്? ആ നമ്മൾ കുറേ വട്ടം കാണുന്നത്, എവിടുന്നോ കാണും, നടക്കാൻ തുടങ്ങിയ സമയത്ത് കാണാൻ തുടങ്ങിയ. ആ അതാ ഈ സൗണ്ട്, ഇങ്ങനെ സൗണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. ബീച്ചൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഹലോ ഹലോ ഗായ്സ്, നമ്മൾ പോയപ്പോൾ അടുത്ത ട്രിപ്പ് ഇടാം. ആ അതുണ്ടാവുമല്ലോ, ഒന്ന് വാങ്ങിയില്ല. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ കട നോക്കാനാവുന്നില്ലടാ, സമയമാവണ്ടേ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അവരെ കുറ്റം. ഫിക്സഡ് റേറ്റ് 50 രൂപയ്ക്ക് ട്രൗസർ ഉണ്ട് കേട്ടോ, ഷെഡൊക്കെ കിട്ടും. നോക്കിയതാ 50 രൂപ. ആ വേഗം ചെല്ലണം, ഇതിങ്ങനെ ഏറ്റി നിൽക്കണ്ടല്ലോ. അത് ശരിയാ. എപ്പോൾ തുടങ്ങി ആയിട്ടില്ലടാ, രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. അതാകുമ്പോ ഒരു ഉളുപ്പുണ്ടാവില്ല. എല്ലാ സെറ്റായിരിക്കും. ട്രൗസറൊക്കെ അവിടെ നിന്ന് തന്നെ. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഡഗീസ് പബ്ബ്, റെസ്റ്റോറൻറ്റ്, കഫേ, അക്കോമഡേഷൻ. ഡഗീസ് വിവാ മരിയ ബീച്ച് ഗസ്റ്റ് ഹൗസ്. എന്താ സ്ഥിതി ഇതൊന്നും അറിയില്ല. നോക്കാലോ. വെയിറ്റിംഗ് ലിസ്റ്റിലാ. റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡാ. റിസപ്ഷനിസ്റ്റ് മലയാളിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ടാറ്റു അടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. ടാറ്റു സ്റ്റുഡിയോ. എന്താണ്, പിള്ളേരൊക്കെ അകത്തുണ്ട്. എന്താ സ്ഥിതി നോക്കി നോക്കാം. നമുക്ക് സെറ്റ് ആവുന്ന റേറ്റിലാണെങ്കിൽ നമുക്കൊന്ന് അടിക്കാം. ഇവരൊക്കെ നിൽക്കുന്നവരൊക്കെ ടെമ്പററി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2 മാസത്തേക്ക് അവർ നിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷെ നോക്കി നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും അടിക്കാൻ നേരത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കും എന്തായാലും. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇവിടെ ടാറ്റു അടിക്കാൻ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച റേറ്റിലൊന്നും ഇവിടെ നടക്കില്ല. ഇപ്പോൾ കൂടെ ഉള്ളവർക്ക് ടെമ്പററി ടാറ്റു അടിക്കുന്നത്, പെർമനൻ്റ് അടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച റേറ്റിലൊന്നും ഇവിടെ കിട്ടുന്നില്ല അല്ലേ. ഒടുക്കത്തെ വില. അതെ, നമ്മൾ പറയുമ്പോൾ അവർക്കത് സെറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താക്കുന്നത്, അടുത്ത ടാറ്റു ഷോപ്പിൽ കയറാൻ പറ്റും നോക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല വിട പറയുകയാണ്. നമുക്ക് അടുത്തത് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കുന്നത്, അടുത്ത വീഡിയോയിൽ ടാറ്റു ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് എന്താക്കാം, വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ബൈ. ഗായ്സ്, നമ്മളങ്ങനെ ടാറ്റു എന്ന സ്വപ്നം മൊത്തം ഒഴിവാക്കി. ഇപ്പം ഞങ്ങളിങ്ങനെ കോൾവ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. വിശന്നണ്ടല്ല, എല്ലാം കത്തിക്കരിഞ്ഞു. രാവിലെ പോലെ ഒരു കോപ്പും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്താക്കുക, ഇവിടെ ഇവിടെ കേരള റെസ്റ്റോറൻറ്റോ ഹോട്ടലോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കേട്ട് പോയി നോക്കാം. ചോറും നല്ല സാമ്പാറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പിടുത്തം പിടിക്കാന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചോറും സാമ്പാറും എന്തായാലും കിട്ടുക. ചോറ് കിട്ടുമായിരിക്കും, സാമ്പാർ എന്തായാലും കിട്ടുക. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എങ്ങോട്ട്? എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമ്മ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ കൊല റേറ്റാണ്. ഇതിലും നല്ല നമ്മളെ കേരളത്തിൽ വല്ല അല്ലേ എവിടെയെങ്കിലും പോയി വാങ്ങുന്ന. ടാറ്റു അടിക്കാൻ പോയപ്പോൾ തന്നെ ഒട്ടുക്കത്ത വിലയാ. എനിക്ക് തോന്നുന്നു മദ്യത്തിന് മാത്രമേ വില കുറവുള്ളൂ. ഒരു വണ്ടി വന്നല്ലോ. ഓക്കെ, മദ്യത്തിന് മാത്രം ഒട്ടും വിലയില്ല. ബാക്കി എല്ലാ സാധനം ഒടുക്കത്ത റേറ്റ്, തൊട്ടാൻ പറ്റൂല. അല്ല, ഇവർ പിന്നെ ടൂറിസ്റ്റുകൾ. കേരള മീൽസിലേക്കാ അപ്പൊ കേരള ചോറ് എവിടെ? ഓക്കെ ഗൈസ്, നമ്മൾ കേരള ഫുഡ് കണ്ടു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരള ഫുഡ് ഉണ്ട് അവിടെ. അതെ, അവിടെ പോയി കഴിഞ്ഞാൽ ചോറില്ലാന്ന് പറയും, സ്വാഭാവികം. അതെ, എന്തായാലും നമുക്ക് പോയി നോക്കാം.
നീയാണ് മുത്ത്, നീ കണ്ടുപിടിച്ചു. അതെ, പക്ഷെ നിങ്ങളല്ലാതാകുന്നു. ഓക്കെ, ഞാനല്ല പ്രശ്നം, ഞാൻ വേറെ ആരോ ആണ്. ഓക്കെ, നമ്മളങ്ങനെ കമ്പൊക്കെ ചാടി. എൻ്റെ അമ്മ, അങ്ങനെ ബീച്ചിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. പക്ഷെ നടപടി ആവുന്നില്ല. എൻ്റെ അമ്മ. ഫാമിലി റെസ്റ്റോറൻറ്റ്, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, തന്തൂർ, സൗത്ത് ഇന്ത്യൻ ആൻഡ് ഗോൺ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തെല്ലാം അങ്ങോട്ട് കയറി നോക്കാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് വന്ന് കഴിക്കൽ തുടങ്ങി. 3 ആൾ ചിക്കൻ ബിരിയാണി, 3 ആൾ നാടൻ ചോറും. എന്താ സ്ഥിതി എന്ന് അറിയില്ല. ചിക്കൻ ബിരിയാണിയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒപ്പിക്കാനേ പറ്റുള്ളൂ അവസ്ഥയാണ്. എന്തായാലും ബിരിയാണീൻ്റെ അത്ര അതെ അതെ, നാടൻ ചോറും കൂടി വന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നാടൻ ചോറ് എത്തിയിട്ടുണ്ട്. എന്താ യാസനയിലുള്ളത്? ഇതിൽ ചള്ളാസുണ്ട്, പയറുപ്പേരി ഉണ്ട്, അയിലുണ്ട്, പിന്നെ അച്ചാറ്, പപ്പടം, സാമ്പാർ. ചോറിന് വില ചോറിന് 140. ഓക്കെ, ബിരിയാണി 150 അല്ലേ? ഓക്കെ, മുന്നേരിയില്ല ചോറ്. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാം. നട്ടുച്ചയാണ്, വെറും ഭ്രാന്താണ് ശരിക്കും. നമുക്ക് അറിയും ഉച്ചക്ക് ബീച്ചിലേക്ക് വന്നിട്ട് ആൾക്കാരുണ്ട്. അത് നമ്മളിങ്ങനെ ഇറങ്ങി നോക്കാം. നല്ല കുഞ്ഞ് വെള്ളം കാണാൻ മാത്രം. അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ കുളിച്ചിട്ട് ഒരു കാര്യമില്ല. കയറ്റം വലിക്കില്ല എന്നാണ് അടിച്ച് കയറ്റി പാലേക്കണം. എമ്മാര് തട്ട തട്ടിയ ഫുഡ്. ഞാൻ വെറുതെ പറഞ്ഞടാ, ഫുഡല്ലേ അടിക്കണം. ടാറ്റു ഏതാല്ലേ, ചെറിയ വിലയുള്ളൂ. ടെമ്പററി ടാറ്റു 200 രൂപ വേണം, 10 രൂപ അടിച്ചിട്ട് ചിലപ്പോൾ. എൻ്റെ മോനെ കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല, വൈര് കുത്തിയിട്ട്. എൻ്റെ അമ്മോ, എനിക്കറിയില്ല. മണലിൻ്റെ കളറും. അവർ ഗ്ലാസ് വാങ്ങി ഇട്ടിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഉപകാരത്തിൽ പെട്ടേനെ. ഓക്കെ മക്കളെ, അങ്ങനെ കോൾവ ബീച്ചിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ബീച്ചാണ്. അതെന്തെന്നത് ഇങ്ങനത്തെ ബോട്ട്? പൊള്ളി മോനെ പൊള്ളി. മൂടേഷ് പൗറേഷ് കളിക്കണ മക്കളെ, ചെറിയ പ്രായമുള്ള ബീച്ച്. ഇത് വെള്ളത്തിലൊക്കെ തെളിഞ്ഞല്ല, ആ വെള്ളം കാലിൽ തെളിഞ്ഞല്ല. നീ നടന്നോ? ഞാനില്ല വെള്ളത്തിലേക്ക് ഞാനില്ല. അവസ്ഥ അയ്യോ അതല്ല, വേറെ ഞാൻ വരാം. വെള്ളം വരുമ്പോ ഞാൻ തിരിച്ച് ഓടിങ്ങി വരും. അത്രേ ഉള്ളൂ. വെള്ളത്തിലേക്ക് മാത്രം നമ്മൾ ഇറങ്ങൂല. ഇതാണ് കോൾവ ബീച്ച്. എന്തായാലും കോഴിക്കോട് ബീച്ചിന് അത്ര ഒന്നും ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ശബ്ദമാണ്. ഇതിപ്പോൾ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ആ ഓക്കെ, എക്കടെ ഞാനില്ല. ഓ ഗായ്സ്, വെള്ളം. അയ്യോ, വെള്ളം നിറയ്ക്കാൻ ആവില്ല കാര്യം. അവിടെ ബോട്ട് കുടുങ്ങിയിട്ട് ട്രാക്ടർ വെച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. എന്താ സ്ഥിതി? നമുക്ക് അങ്ങോട്ട് പോയതോ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പിടിച്ചിട്ട് വന്ന വണ്ടിയാണോ
അയ്യോ, ബോട്ട് ട്രാക്ടർ വെച്ച് വലിച്ച് കയറ്റിയാണ്. അത് മീൻ പിടിച്ചിട്ട് വരുന്നാന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ആരൊക്കെ കൊണ്ടുവരുന്നുണ്ട്? മരക്കഷ്ണ കിട്ടുന്നുണ്ട്, മരക്കഷ്ണ വെച്ച് വലിച്ച് കയറ്റാനുള്ള കാര്യം. അയ്യോ, ഓക്കെ ഗൈസ്, നമ്മുടെ സമയപരിമിതി മൂലം നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. നമ്മളിനി നേരെ ബാഗ ബീച്ചിലേക്കായിരിക്കും പോകുന്നത്. കൺഫേം ആയിട്ടില്ല, നോക്കി നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പോൾ അതിമനോഹരമായ ഈ കടലിൻ്റെ കാഴ്ചകൾ എല്ലാവരും കണ്ട് ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ഇപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്താ പറടാ? പോയടാ മുട്ട. അത് മെല്ലെ ഇറങ്ങൂളൂ. അങ്ങനെ നമ്മുടെ കോൾവ ബീച്ചിലുള്ളൊരു കിഡ്സ് പാർക്കാണിത്. കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ തലമൊത്തം മുത്തപ്പന്മാരാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഊർന്നു വരുന്നതൊക്കെ. എന്താണാവോ, കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പക്ഷെ പൊരി വെയിലാണ്, അതാണ് പ്രശ്നം. ഈവനിങ് ടൈമൊക്കെ ആണെങ്കിലേ ഉഷാറായിരിക്കും. പൊരിക്കും നല്ല പൊരിക്കും, എണ്ണയിൽ നമ്മൾ വറക്കും നമ്മൾ. അതൊരു അടിപൊളി സ്ഥലമാണ്. അയ്യോ അല്ല അല്ല, അപ്പോൾ എന്താ സ്ഥിതി? പറ്റുമോ? ഇത് മക്കൾക്കുള്ള എന്തോ ആണ്, പക്ഷെ ഇവിടെ കളിക്കുന്ന മൊത്തം തന്തമാരാ. നമ്മളൊന്നിൽ കയറി. അയ്യോ അയ്യോ, ആ ഇത് ലോക്കടാ, ഇതുണ്ടോ? ഇത് അടിയിൽ ലോക്കാണ്. ഇത് വെറുതെ അല്ല, വേറെ എന്തൊക്കെയാ ഒരു ഉദ്ദേശം. യാസിനെ എന്താ സ്ഥിതി? എന്നാ അവിടെ കറന്നുറങ്ങി, ഞങ്ങൾ പോട്ടെ. ഓ ഗായ്സ്, ഒരാൾ നോക്കൂ എവിടെയാണെന്ന്. എവിടെയാ? ടണലിൻ്റെ ഉള്ളിൽ ഊർന്ന് വരൂ. ആണോ? ഓക്കെ, മനോഹരമായ അഡ്വഞ്ചർ പാർക്കാണ്. അഡ്വഞ്ചർ എന്നല്ല, എന്തൊരു പാർക്ക്. കൊള്ളാം, വലിയ മോശമൊന്നുമില്ല, രസമാണ്. വെറുതെ പൈസ ഒന്നും കൊടുക്കണ്ട, ഓസിയല്ലേ. ഓസിന് വെച്ച് ലാസ്റ്റിനെ കുടിക്കുന്നതിനാണ് മലയാളി. അങ്ങനെ ഇരിക്കുക നമ്മൾ മലയാളികൾക്ക് എന്ത് പ്രശ്നം? ഹാ, യാസിന ആട്ടിക്കളിക്ക്, ഞങ്ങൾ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾക്കിനി അടുത്ത സ്ഥലം പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ബൈ ദ ബൈ. ഓ ഗൈസ്, നമ്മൾ ബീച്ചിലെക്കുമ്പോൾ അതിമനോഹരമായ ബോർഡിലൂടെ ഹെലികോപ്റ്റർ പോവുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? വീണ്ടും കാൾവ ബീച്ചിൽ തന്നെയാണുള്ളത്. നമ്മൾ
വാഗാ ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്ററിന് അടുത്തുണ്ട് വാഗാ ബീച്ചിലേക്ക്. അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല. കാരണം ഇന്ന് നമുക്ക് നൈറ്റ് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് വാഗാ ബീച്ച് കാണാൻ സാധിച്ചില്ല. കാരണം ഒറ്റ ദിവസം ട്രിപ്പായിട്ടാണ് നമ്മൾ ഗോവയിലേക്ക് വന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഗോവയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായും വാഗാ ബീച്ചിൽ പോകുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് സ്ഥിരമായിട്ട് എന്താ പറയുക പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളെന്താക്കി ഈവനിങ് വീണ്ടും തിരിച്ച് ഞങ്ങൾ വാഗാ ബീച്ചിലേക്ക് അല്ലാണ്ട് കാൽവ ബീച്ചിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ വൈകുന്നേരമല്ല, രാത്രി 11:40 ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനുള്ളത്. അപ്പോൾ അതുവരെ എന്തായാലും ഇവിടെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഗോവയിലെ ലാസ്റ്റ് ദിവസമാണ്. ലാസ്റ്റ് ദിവസം ഇന്നലെ വന്നു, രാവിലെ എത്തി, വൈകുന്നേരമായി. ഇനി തിരിച്ച് വീണ്ടും നൈറ്റ് തന്നെ തിരിക്കുകയാണ് വീട്ടിലേക്ക്. ഓക്കെ, അയ്യോ പൊള്ളിയാ അയ്യോ യാസീൻ എന്തായാലും ആക്കുന്നുണ്ട്, വേഗം ആക്കിട്ടോ. അവിടെ സഞ്ജിതിനെ പിടിച്ചിട്രാ, സഞ്ജിതിനോട് ചെയ്യാൻ പറയും. യാസിനെ വാടാ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാത്രിയായി. ഞങ്ങളല്ല, സമയം രാത്രിയായി. അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. ഇനി നേരെ റൂമിൽ നിന്നും പിന്നെ നേരെ വയനാട്ടിലേക്ക്. അയ്യോ, ഇരുട്ടല്ല, നല്ല രാത്രിയായി. സമയം ഏകദേശം 7:30 മണി 8 മണി ആവാനായി. ഇവിടെയൊക്കെ പിന്നെയും വെളിച്ചമുണ്ട്. ഓ മക്കള് ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഷവർമ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 60 റുപ്യ പ്ലേറ്റാ? റോളോ? ഓൺലി റോൾ. ഓക്കെ, റോൾ. എനിക്ക് എത്ര റോൾ? അപ്പോൾ 5 റോൾ ഇട്ടോ. എനിക്ക് മറ്റേ വെള്ളം മേടിച്ചോണ്ട. നിനക്ക് റോൾ വേണ്ട? അതല്ല, അത് ഞങ്ങളും കുടിക്കുമല്ലോ നീ വാങ്ങുമ്പോൾ. അത് നടക്കൂല കേട്ടോ. അല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോവയിലുള്ള. അതെ പറഞ്ഞു ഗോവയിലുള്ള നമ്മുടെ സ്വന്തം ഗോവയിലുള്ള ഗോവൻ ചിക്കൻ ഷവർമ. അതെ, 10,000 കൊടുത്ത് ഞങ്ങൾ 1 കോടി രൂപ ഷവർമ വാങ്ങി. എനിക്കെന്തായാലും പറയാട്ടോ. എനിക്കിപ്പോൾ പറയാമല്ലോ, ഞാൻ റൂമിൽ പോയിട്ട് വരാം. എന്താ പറയുന്നത്? ഇപ്പം പറഞ്ഞോ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ഇവിടെ നിൽക്കുന്ന ആരും പേടിക്കുന്നതല്ല. അത് യാസിനോട് പറഞ്ഞ. യാസിനെ കുട്ടി പ്രതികരിച്ചത് നിനക്ക് എന്താ പറയാനുള്ളത്? പറയൂ യാസിനെ. അതല്ലേ, ചെറിയ മക്കളൊക്കെ തരം താഴ്ത്തപ്പെടുത്തി. അതെ, വളരെ മോശമായിട്ട്. വാ ബേബേ, നല്ല അടിപൊളി ഒരു എന്താ സ്ഥിതി ബാബേ? ഉഷാറാണോ? എന്താണെന്ന് തോന്നുന്നു മൂപ്പരെ ഫാദർ, കുട്ടിയുടെ ഫാദർ. നല്ലൊരു
യാത്ര നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.